സിഹിർ ബാധിക്കോ ഇല്ലേ ഒരു തർക്കമായിട്ട് നടക്കുകയാണ്. നമ്മള് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് വളരെ കൃത്യമാണ്. ഖുർആനിന്റെ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതാനുഭവ വെളിച്ചത്തിൽ അതാദ്യമായി കേട്ട് മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്ത മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ അടങ്ങുന്ന പല സഹാബിമാരുടെയും ഒക്കെ വിശ്വാസം എന്താണ്? അത് ബാധിക്കാം. പക്ഷെ എല്ലാം സിഹിറാണോ അല്ലേ എന്നൊന്നും അറിയാതെ കണ്ടതൊക്കെ സിഹിറാണ്, സിഹിർ ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം, ഞാൻ മറു സിഹിർ ചെയ്യും. ഇസ്ലാം പറയുന്നു കാഫറായി പോണ കാര്യമാണ്. സിഹിർ ചെയ്യാൻ പാടില്ല, സിഹിറിന് ചെയ്യാൻ പാടില്ല. നിനക്കങ്ങനെ വല്ല സിഹിറും ബാധിച്ചു എന്ന് സംശയം തോന്നുന്നുണ്ടോ? പരിഹാരം ഇസ്ലാമിൽ അല്ലാഹു തആല പറഞ്ഞു തന്നു. അതിന് അള്ളാഹുവിന്റെ വചനങ്ങൾ ഉപയോഗപ്പെടുത്ത്. നീ റബ്ബിനോട് ചോദിക്ക്, നീ റബ്ബിനോട് പ്രാർത്ഥിക്ക്. അതല്ലാതെ നീ കണിയാനെ സമീപിക്കണ്ട, ജ്യോത്സ്യനെ സമീപിക്കരുത്, മന്ത്രവാദിയെ സമീപിക്കരുത്, മാരണക്കാരനെ സമീപിക്കരുത്, കോഴിമുട്ടമ്മലും കരിക്കുമ്മലും പണികളെടുക്കുന്നവനെ സമീപിക്കരുത്, കുപ്പി തൂക്കുന്ന, ലോഹത്തകിട് തൂക്കുന്ന, ചരട് മന്ത്രിക്കുന്ന, അത്തരത്തിലുള്ള കവടി നിരത്തുന്ന ഏത് മതത്തിന്റെ പേരിൽ അറിയപ്പെട്ടവനാണെങ്കിലും നീ സമീപിക്കണ്ട എന്ന് കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഉള്ളതുപോലെ സഹാബത്തൊക്കെ വിശ്വസിച്ചു. അതുപോലെ തന്നെ ഒരു വലിയൊരു വിഷയമാണല്ലോ ഈ മനുഷ്യന് കണ്ടേറ് ബാധിക്കോ? അങ്ങനെ ബാധിക്കോ? ഒരാൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഉപദ്രവമോ ഒരു കാര്യമോ സംഭവിക്കാൻ അല്ലാഹു നിശ്ചയിച്ചൊരു കാരണം ഉണ്ടെങ്കിൽ അതിൽ നമുക്കെന്താ പിന്നെ പ്രശ്നം? അത് അള്ളാന്റെ അനുമതി പ്രകാരം ഉണ്ടാകുന്നത്, അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം സംഭവിക്കുന്നതാണ്. അതല്ലേ സ്വഹാബത്ത് വിശ്വസിച്ചത്? കണ്ണേറുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കണ്ണേറ് കൊണ്ട് വല്ല ഉപദ്രവം അങ്ങനെ ബാധിക്കുന്നു സംശയിച്ചു പോയാൽ തന്നെ മുശ്രിക്കായി എന്നാണ് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ. സഹോദരന്മാരെ, കേരളക്കര എത്രയതിന് സാക്ഷ്യമായി. കേരളത്തിലെ വീടുകളുടെ അടുക്കളയിലിരുന്ന് ചർച്ച ചെയ്ത വിഷയങ്ങളല്ല ഇതൊന്നും, കുടുംബയോഗങ്ങളിൽ മാത്രം പറഞ്ഞ വിഷയങ്ങളല്ല ഇതൊന്നും. എന്നാ പിന്നെ കുടുംബക്കാർക്കൊക്കെ യോഗം ചേർന്ന് അടുക്കളയിൽ ഒരു മീറ്റിംഗും വിളിച്ച സംഗതി ഉഷാറാകുമായിരുന്നു. പക്ഷേ കേരളക്കര എത്ര സംവാദങ്ങളാ കണ്ടത്, എത്ര വാദപ്രതിവാദങ്ങളാ കണ്ടത്, എത്ര ഖണ്ഡനം. മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. നിങ്ങൾക്കിരുവർക്കും അല്ലാഹുവിനോട് ഞാനിതാ അഭയം ചോദിക്കുന്നു, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി. അതേ, എല്ലാ ഇഴജന്തുക്കളുടെയും എല്ലാ വിഷജീവികളുടെയും ശർറിൽ നിന്ന്, പിശാചിന്റെ ശർറിൽ നിന്ന്, ആക്ഷേപകാരിയായ കണ്ണിന്റെ ശർറിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു മക്കളെ എന്ന മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പൊന്നോമനപുത്രന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് ആരാ ലോകത്തിന് പഠിപ്പിച്ചു തരുന്നത്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരക്കിടങ്ങളായ ഹസൻ ഹുസൈനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാണ്, മക്കളെ, നിങ്ങളുടെ ഉപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കൾക്ക് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ നിങ്ങൾക്കും വേണ്ടി അല്ലാഹുവിനോട് ശരണം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നു. അത് ലോകത്തതാ അറിയപ്പെട്ട മഹാരഥന്മാരായ ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു. നാളിതുവരെയുള്ള മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു പോരുന്നു. അതെ, അത് വിശ്വസിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ജൂതന്റെ പട്ടികയിലാണോ, മുശ്രിക്കാണോ, ഖുർആൻ വിരുദ്ധ ആശയത്തിന്റെ പ്രചാരകനാണോ? അത് കേട്ടുനിന്ന ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അതിന്റെ പ്രവർത്തനം ഈ ലോകത്ത് പിന്നെയും ആവർത്തിച്ച് കാണിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ടുനിന്ന പൊന്നോമന പേരമക്കളായ ഹസൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, ആ സംഭവം ലോകത്തിന് റിപ്പോർട്ട് ചെയ്തു കൊടുത്ത മഹാരഥന്മാരായ മഹത്തുക്കളായ ധരിപ്പിച്ചവരാണോ? ഇവരൊക്കെ ഖുർആൻ വിരുദ്ധ ആശയം ലോകത്തോട് പറഞ്ഞവരാണോ? അല്ല. ഖുർആൻ പഠിപ്പിച്ച ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം, സ്വഹാബത്ത് പഠിപ്പിച്ച ആശയം, അവിടുന്ന് അങ്ങോട്ടുള്ള ആ പ്രമാണങ്ങളെ പിൻപറ്റിപ്പോന്ന ആളുകളൊക്കെ ഉൾക്കൊണ്ട ആശയം, ആ ആശയത്തെ അല്ലേ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ ഒരു സംഘടന 1950കളിൽ രൂപീകൃതമായപ്പോ മഹാരഥനായ കെ.എം. മൗലവി റഹിമഹുല്ലാ പ്രഥമ പ്രസിഡന്റായിക്കൊണ്ട് രൂപീകരിച്ച ആ സംഘത്തിന്റെ വിശ്വാസവും അത് തന്നെയായിരുന്നു. നോക്ക്, കെ.എം. മൗലവിയുടെ ഫത്വകൾ കിട്ടൂലേ ഇപ്പോഴും? ആ ഫത്വകളിൽ
പിശാചുബാധയുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകും, ജൂതനാകുമെന്നാണോ പറഞ്ഞത്? കണ്ണേറുണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകും, ജൂതനാകുമെന്നാണോ പറഞ്ഞത്? അല്ല. നമ്മുടെ സഹോദരങ്ങളെ, മലയാളത്തിലല്ലേ ആ പുസ്തകം? KM മൗലയുടെ ഫത്വകൾ നിങ്ങൾ വായിച്ചു നോക്കൂ. അദ്ദേഹം എന്താ പറഞ്ഞത്? കേരളത്തുൽ മുജാഹിദീൻ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച് ഇന്നും നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടി നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് അമാനി മൗലവി അടക്കമുള്ള മഹാരഥന്മാരായ നമ്മുടെ പണ്ഡിത മഹത്തുക്കൾ നേതൃത്വം കൊടുത്തിക്കൊണ്ട് ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയിൽ സൂറത്ത് യൂസുഫിന്റെ വ്യാഖ്യാനം നോക്ക്, അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനം നോക്ക്. കണ്ണേർ ബാധിച്ചാൽ മുശ്രിക്കായി പോകുമെന്നാണോ വിശ്വസിച്ചത് അവരൊക്കെ? സിഹിർ ബാധിച്ചാൽ മുശ്രിക്കായി പോകുമെന്നാണോ അവരൊക്കെ വിശ്വസിച്ചത്? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് വേണ്ടി മന്ത്രിച്ച ഈ മന്ത്രം അമാനി മൗലവി പുസ്തകത്തിൽ കൊടുത്തപ്പോ മുശ്രിക്കിന്റെ പ്രാർത്ഥനയാണോ കൊടുത്തത്? ശിർക്കിന്റെ പ്രചരണത്തിന്റെ മന്ത്രമാണോ ഉച്ചരിച്ചത്? ചിന്തിക്കണം പ്രിയമുള്ളവരെ. അപ്പൊ നാളിതുവരെ ഇസ്ലാമികമായ പാരമ്പര്യമുള്ള അതേ കാര്യത്തിൽ നമ്മുടെയും മഹാരഥന്മാരായ പണ്ഡിതന്മാര് തർക്കിച്ചിട്ടില്ല. അഭിപ്രായ വ്യത്യാസമുള്ളവരുടെ വാക്കുകളെ വിലക്കെടുത്തിട്ടില്ല. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞവരെ അത് കൃത്യമായി നമ്മുടെ നയമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി തന്നെ നമ്മൾ പഠിപ്പിച്ചു. ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. അത് സിഹിറിന്റെ വിഷയമാവട്ടെ, പിശാചുബാധയുടെ വിഷയമാവട്ടെ, കണ്ണേറിന്റെ വിഷയമാകട്ടെ. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ പണ്ഡിതന്മാരെ നോക്കണം, അവരുടെ ദീർഘദൃഷ്ടി. അപ്പോഴൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ ഒരു കാര്യം സമൂഹത്തോട് പറഞ്ഞു: സിഹിറുണ്ടെന്ന് വിചാരിച്ച്, പിശാചുബാധയുണ്ടെന്ന് വിചാരിച്ച്, കണ്ണേറുണ്ടെന്ന് വിചാരിച്ച് കോലം തൂക്കണ്ട, കരിങ്കണ്ണ നോക്കെന്ന് എഴുതി വെക്കണ്ട, ചരട് കെട്ടണ്ട. ആ പല രൂപത്തിലുള്ള ആളുകളുടെ സ്ഥാപനങ്ങളിലേക്ക് നീ അതിന്റെ നിജസ്ഥിതി അറിയാൻ പോകണ്ട. നിന്റെ അമലങ്ങ് പൊളിഞ്ഞു പോകും, നിന്റെ നിസ്കാരം ബാത്തിലായി പോകും, ഈമാനിൽ നിന്ന് തെറിച്ചു നീ പോകും, തൗഹീദിൽ നിന്ന് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അല്ലാഹ് നിശ്ചയിച്ച കാരണത്തിന് അല്ലാഹ് നിശ്ചയിച്ച പ്രതിവിധിയുമുണ്ട്. അത് ദിക്റുകളാണ്, ദുആകളാണ്, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. അതേ നിങ്ങൾ ചെയ്യാവൂ. അതല്ലാതെ മറ്റു വഴികൾ തേടി പോകുന്നത് ശിർക്കിന്റെ പ്രവർത്തനമാണ്, കുഫറിന്റെ പ്രവർത്തനമാണ്. സൂക്ഷിക്കണേ. ബിൽഡിംഗ് നിർമ്മിക്കുമ്പോ കരിങ്കണ്ണ നോക്കെന്നല്ല എഴുതി വെക്കേണ്ടത്. കുട്ടിക്കങ്ങനെ കണ്ണേറ് തട്ടുമോ എന്ന് ഭയപ്പെടുമ്പോ കുട്ടിയുടെ കയ്യിൽ നീ പുലിനകമല്ല കെട്ടേണ്ടത്. പുലിനകം തൂക്കിയിടണ്ട, കരടിരോമം ധരിപ്പിക്കണ്ട, കറുത്ത ചരട് കെട്ടണ്ട. നീ പൗഡറിട്ട് കൊടുത്ത് ഒരു കറുത്ത പുള്ളി കുഞ്ഞിന്റെ കവിളിൽ കൊടുത്താൽ ആ കറുത്ത പുള്ളി നിന്നെ കുഞ്ഞിന്റെ കണ്ണേറിൽ നിന്ന് രക്ഷിക്കുമെന്ന വിശ്വാസം നിനക്ക് വേണ്ട. ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങളാ വേണ്ടതെന്ന് പ്രത്യേകം ഈ സമൂഹത്തോട് പറഞ്ഞിട്ട് അത് 2000 വരെയും പറഞ്ഞു. കൃത്യമായി തന്നെ പറഞ്ഞു. 2016 ഈ ഡിസംബർ 18 വരെയും അങ്ങനെ തന്നെ മുജാഹിദുകൾ പറയുന്നു. ഒരിക്കലും ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് ഇരുട്ടിൽ തപ്പേണ്ടി വന്നിട്ടില്ല.